നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. വിഷുപ്പുലരിയെ എതിരേൽക്കുന്ന മലയാളിയുടെ മനസ്സിൽ തൃശൂർ പൂരത്തിന്റെ പിറ്റേ ദിവസം കൊടികേറുന്ന ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവം മറക്കാനാവാത്ത ഓർമ്മയാണ്. വൃശ്ചിക മാസത്തിന്റെ കുളിർക്കാറ്റിൽ തൃപ്പൂണിത്തറയിൽ ഉണർന്ന് എഴുന്നേൽക്കുന്ന നമ്മുടെ ഉത്സവകാലം. മേടമാസത്തിന്റെ പൊള്ളുന്ന ചൂടിൽ അവസാനിക്കുന്ന ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ഇനി 2 നാൾ ബാക്കി. 10 ഏക്കറോളം വരുന്ന വിശാലമായ സ്ഥലത്ത് വലിയ മതിൽക്കെട്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സമുച്ചയവും മൈതാനവും ലാളിത്യത്തിലാണ് സൗന്ദര്യം എന്ന കേരളത്തിന്റെ വാസ്തുവിദ്യാ പാരമ്പര്യത്തിന് ഉത്തമ ഉദാഹരണമാണ്. ചെമ്പുമേഞ്ഞ നാലമ്പലവും ചുറ്റുവിളക്കിനുള്ള വിളക്കുമാടവും കൊത്തുപണികളാൽ അലങ്കൃതമായ വട്ടശ്രീകോവിലും ക്ഷേത്രത്തിന്റെ പ്രൗഢതയെ ഉയർത്തിക്കാട്ടുന്നു. നാട്ടുപ്രമാണിയായിരുന്ന വാക്കേ കൈമൾക്ക് ഒരു നാൾ സ്വപ്ന ദർശനമുണ്ടായതിന്റെ പരിണിത ഫലമാണ് കൂടൽമാണിക്യം. തൃപ്രയാർ, മൂഴിക്കുളം, പായമൽ എന്നിവ ഉൾപ്പെടുന്ന 4 അമ്പലങ്ങളുടെ ആവിർഭാവമെന്ന് ഐതിഹ്യം ഉദ്ഘോഷിക്കുന്നു. പടിഞ്ഞാറെ സമുദ്രതീരത്ത് നിന്നും കണ്ടെടുത്ത വിഗ്രഹങ്ങളിൽ ശ്രീരാമനെ തൃപ്രയാറും, ഭരതനെ ഇരിങ്ങാലക്കുടയിലും, ലക്ഷ്മണനെ മൂഴിക്കുളത്തും, ശത്രുഘ്നനെ പായമലും പ്രതിഷ്ഠിച്ചു. ഈ 4 അമ്പലങ്ങളിൽ ഒന്നിച്ചൊരു ദിവസം തൊഴുന്നത് വളരെ വിശേഷമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ വടക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന കുലീബിനി തീർത്ഥം ശ്രീകോവിൽ പോലെ പരിപാവനമായി കണക്കാക്കുന്നു. യാഗശാല ഇരുന്ന സ്ഥലത്ത് ദേവശക്തിയാൽ ദേവഗംഗ ഒഴുകി ഉണ്ടായതാണ് ഈ തീർത്ഥമെന്ന വിശ്വാസമാണ് ആരാധനയ്ക്ക് അടിസ്ഥാനം. മഴ ലഭിക്കാതെ ഭൂമി ഉണങ്ങി വിണ്ടുകീറിയപ്പോൾ ഋഷി പ്രമുഖനായ കുലീബിനി മഹർഷിയെ കൊണ്ട് യാഗം നടത്തിയ സ്ഥലമാണ് കുലീബിനി തീർത്ഥം കാണപ്പെടുന്ന സ്ഥലമെന്നാണ് വിശ്വാസം. യാഗാവസാനം ആഹനീയം എന്ന ഹോമകുണ്ഡത്തിൽ നിന്നും ഭഗവാൻ നാരായണൻ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് വിശ്വാസം. ഇന്നും കുലീബിനി മഹർഷി യാഗം നടത്തിയ ഹോമകുണ്ഡം കുളത്തിനുള്ളിൽ കാണുവാൻ കഴിയും. ഇങ്ങനെ ഭഗവാൻ യാഗശാലയിൽ ഇരുന്നതുകൊണ്ട് ഇരുന്നു ശാലയിൽ കൂടെ എന്ന പദത്തിൽ കൂടെയാണ് ഇരിങ്ങാലക്കുട എന്ന പദമുണ്ടായതെന്ന് ചില ഭാഷാശാസ്ത്രജ്ഞർ വാദിക്കുന്നു. കുലീബിനി തീർത്ഥത്തിൽ നിന്നുമാണ് ശ്രീകോവിലിലെ പൂജയ്ക്കും അഭിഷേകത്തിനും നിവേദ്യത്തിനും വേണ്ട ജലമെടുക്കുന്നത്. ശ്രീകോവിലിനുള്ളിൽ ഉപയോഗിക്കേണ്ട പൂവ്, മാല, പൂജാപാത്രങ്ങൾ, തിരുവാഭരണങ്ങൾ എന്നിവയെല്ലാം ഈ പുണ്യതീർത്ഥത്തിൽ മുക്കിയെടുക്കണമെന്നുള്ളത് ഒരു അനുഷ്ഠാനമാണ്. കൂടാതെ കർമ്മികളും തന്ത്രിമാരും പുറമേയുള്ള കുളത്തിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തി വീണ്ടും കുലീബിനി തീർത്ഥത്തിൽ കുളിച്ച് ദേഹശുദ്ധി ചെയ്യണം. എത്ര വലിയ ജലാശയമായിട്ടും നീർക്കോലി, തവള എന്നീ ജീവികളെ കാണുകയില്ലെന്നത് കുലീബിനി തീർത്ഥത്തിന്റെ പ്രത്യേകതയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ വെച്ച് പൂജിച്ചിരുന്ന ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന വിഗ്രഹങ്ങൾ കടൽ തീരത്ത് കാണപ്പെട്ടത് 4 നദിക്കരകളിലായാണ് പ്രതിഷ്ഠിച്ചിരുന്നതത്രേ. ഇതിൽ തൃപ്രയാറും മൂഴിക്കുളത്തുമുള്ള നദികൾ മാത്രമേ ഇപ്പോൾ യഥാസ്ഥാനങ്ങളിലുള്ളൂ. ഇവിടത്തെയും പായമൽ, ശത്രുഘ്ന ക്ഷേത്ര പരിസരത്തുമുണ്ടായിരുന്ന നദികൾ ഒരു കാലത്തുണ്ടായ ഭൂചലനത്തിൽ ഗതിമാറി ഒഴുകിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന നദി ഗതിമാറി ഒഴുകി ഉണ്ടായതാണ് ചാലക്കുടി പുഴയും കുറുമാലി പുഴയും എന്ന വിശ്വാസത്തിലാണ് ശ്രീ സംഗമേശന്റെ ആറാട്ട് ഈ 2 നദികളിലായി നടത്തുന്നതെന്ന് ഐതിഹ്യം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കിഴക്കേ നടപ്പുരയുടെ തെക്ക് വശത്തുള്ള ആനപ്പടിയുടെ വീതി കൂട്ടിയുള്ള നിർമ്മാണം പൂർത്തിയായി. ICL ഫിൻകോപ്പ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ സമർപ്പണമായിട്ടാണ് ആനവാതിൽ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. നേരത്തെയുണ്ടായിരുന്ന വാതിലിന് ഇരുവശത്തു നിന്നുമായി സ്ഥലമെടുത്ത് 5 മീറ്റർ നീളത്തിലും അത്രയും തന്നെ വീതിയിലുമായി കരിങ്കല്ലിന്റെ കട്ട്ളയും അതിനുള്ളിൽ ഇരുമ്പിന്റെ വാതിലുമായാണ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. കൊടിയേറ്റ് ദിവസമായ ചൊവ്വാഴ്ച എക്സിബിഷൻ സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആനവാതിലിന്റെയും ഉദ്ഘാടനം നടക്കും. ഉത്സവകാലത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ആനകളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വഴിയാണ് ആനവാതിൽ. ഉത്സവകാലത്തുണ്ടാകാറുള്ള അഭൂതപൂർവമായ തിരക്ക് പരിഗണിച്ചാണ് ദേവസ്വം വാതിൽ വീതി കൂട്ടി ഉയർത്തി നിർമ്മിച്ചത്. ഉത്സവകാലത്ത് ശീവേലി എഴുന്നള്ളിപ്പിനും വൈകിട്ട് കലാപരിപാടികളും വിളക്കും കാണാനെത്തുന്ന ഭക്തജനങ്ങൾ മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും മടങ്ങുന്നതിനും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന വഴിയാണിത്. ഉത്സവകാലത്ത് ആനകൾ ഈ വഴി ഉപയോഗിക്കുമെന്നതിനാൽ ആനവാതിലെന്നും ഇതിനെ വിളിക്കാറുണ്ട്. നാലമ്പല തീർത്ഥാടന കാലത്തും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളെ മതിൽക്കെട്ടിനകത്തേക്ക് ഇതുവഴിയാണ് പ്രവേശിപ്പിക്കുന്നത്. ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നടക്കുന്ന
യോഗങ്ങളിലെല്ലാം വാതിലിന്റെ വീതി കൂട്ടണമെന്ന് പോലീസും അഗ്നിരക്ഷാ സേനയും നിരന്തരം ആവശ്യപ്പെട്ടു വരികയായിരുന്നു. ഇതിനെ തുടർന്നാണ് ആനപ്പടി വീതി കൂട്ടി നിർമ്മിക്കാൻ ദേവസ്വം തീരുമാനിച്ചത്. ഇതിനായി വാസ്തു വിദഗ്ധൻ പഴങ്ങാപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രത്തിലെത്തി സ്ഥല പരിശോധന നടത്തിയിരുന്നു. നിലവിലുണ്ടായിരുന്ന വാതിലടക്കം 5 മീറ്റർ വീതിയിൽ 5 മീറ്റർ ഉയരത്തിൽ പുതിയ വാതിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇതിനുള്ള ദേവഹിതം അറിയുന്നതിന് തന്ത്രിമാരുടെ ആശീർവാദത്തോടെ ജ്യോതിഷി ജയദേവ പണിക്കർ ദേവജ്ഞനായി ഒറ്റരാശി താമ്പൂല പ്രശ്നം നടത്തിയിരുന്നു. ദേവഹിതം അനുകൂലമായതോടെയാണ് വാതിൽ വീതി കൂട്ടി നിർമ്മിക്കാൻ ദേവസ്വം തീരുമാനിച്ചത്. ആനപ്പടി വീതി കൂട്ടുന്നതിന് വേണ്ടി കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാവിധ പോലീസ് അധികാരികളുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ്, റെസ്ക്യൂ പോലെയുള്ള അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് ആനപ്പടി വാതിലിൻ്റെ വീതി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം നമുക്കത് വീതി കൂട്ടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിച്ചില്ലെങ്കിലും അത് വീതി കൂട്ടി താൽക്കാലികമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് കഴിഞ്ഞ വർഷം ചെയ്തത്. എന്നാൽ ഈ വർഷം നമ്മളതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് നീങ്ങുകയാണ്. അത് ഭക്തജനങ്ങളെ സംബന്ധിച്ചും ഇരിഞ്ഞാലക്കുടയിലെ മുഴുവൻ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഉത്സവ നാളുകളിലും ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ കിഴക്കേ നടയിലാണ്. ആ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായകരമാകുന്ന രീതിയിലാണ് ആനപ്പടിയുടെ വീതി കൂട്ടിയിട്ടുള്ളത്. ആനപ്പടിയുടെ വീതി കൂട്ടുവാനായിട്ട് നമ്മൾ ആലോചിച്ചപ്പോൾ ഇരിഞ്ഞാലക്കുടയിലെ ICL ഫിൻകോർപ്പറേറ്റിൻ്റെ MDയും അതുപോലെ തന്നെ അതിൻ്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ അവരുകളെ നമ്മൾ സമീപിച്ചപ്പോൾ അദ്ദേഹം അത് സന്തോഷകരമായി ഏറ്റെടുക്കുകയും യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ പൂർണ്ണ സമ്മതത്തോടു കൂടി ആനപ്പടിയുടെ വീതി ഏറ്റവും നല്ല രീതിയിൽ വീതി കൂട്ടി 5 അടി നീളത്തിലും 5 അടി ഉയരത്തിലുള്ള ഒരു ഗേറ്റ് സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ സമർപ്പണമായിട്ട് നൽകാമെന്ന് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിനെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്. അദ്ദേഹമാണ് പൂർണ്ണമായിട്ടും അതിൻ്റെ സമർപ്പണം എന്നുള്ള രീതിയിൽ നൽകിയിട്ടുള്ളത്. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ അവലോകനം ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ഏപ്രിൽ 28-ന് കൊടികയറി മെയ് 8-ന് ആറാട്ടോടെ സമാപിക്കുന്ന ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് ഞായറാഴ്ച രാവിലെ ദേവസ്വം ഓഫീസിൽ യോഗം ചേർന്നത്. ഉത്സവത്തിനായി 250ഓളം പോലീസുകാരെ നിയോഗിക്കുമെന്നും വിവിധ സ്ഥലങ്ങളിലായി 80ഓളം ക്യാമറകൾ സ്ഥാപിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എഴുന്നള്ളിപ്പ് കഴിഞ്ഞുള്ള ജനത്തിരക്ക് ഒഴിവാക്കാൻ പോലീസിനെ കൂടാതെ കൂടുതൽ വളണ്ടിയർമാരെ വിനിയോഗിക്കണമെന്ന പോലീസിന്റെ നിർദ്ദേശം ദേവസ്വം അംഗീകരിച്ചു. രാവിലെ മാതൃക്കൽ ബലിദർശനത്തിന് സ്ത്രീകളുടെ തിരക്കേറുന്നതിനാൽ കൂടുതൽ വനിതാ പോലീസിനെ നിയോഗിക്കണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ടു. ആനകളുടെ പാപ്പാന്മാരെ കർശനമായി നിരീക്ഷിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ എല്ലാ വകുപ്പുകളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു യോഗത്തിൽ അഭ്യർത്ഥിച്ചു. ചൂട് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കാനും ഭക്ഷ്യസുരക്ഷാ സംവിധാനം കർശനമാക്കുന്നതിനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഉത്സവത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 3 ഷിഫ്റ്റുകളിലായി ജീവനക്കാരെ നിയമിക്കുമെന്നും നഗരസഭ വ്യക്തമാക്കി. പോലീസ്, KICB, വാട്ടർ അതോറിറ്റി, നഗരസഭ, ആരോഗ്യവകുപ്പ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം, രാഘവൻ മുളങ്ങാടൻ, K ബിന്ദു, VC പ്രഭാകരൻ, അഡ്മിനിസ്ട്രേറ്റർ രാധേഷ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിനുവേണ്ടി ദേവസ്വം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഈ യോഗം വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളതെന്ന്. ഒരുപാട് പേർ വന്നു ചേരുന്ന അവസരങ്ങളാണ് ഉത്സവവേളകൾ. അപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ആർക്കും ഉണ്ടാകാൻ ഇടയില്ലാത്ത വിധത്തിൽ ഭംഗിയായി ഉത്സവത്തിൻ്റെ നടത്തിപ്പ് ഉറപ്പാക്കുക എന്ന ദൗത്യമാണ് നമ്മളെല്ലാവരും ചേർന്ന് ഏറ്റെടുക്കുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാ വർഷവും ചെയ്തു പോരുന്ന ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ക്രമീകരണങ്ങളും എല്ലാം ഈ വർഷവും ഉറപ്പാക്കേണ്ടതുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും
തങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള സജ്ജീകരണങ്ങളെ കുറിച്ച് ഇവിടെ വിശദീകരിച്ചാൽ അത് നമുക്ക് നല്ലതായിരുന്നു. എന്തെങ്കിലും ന്യൂനതകൾ അതുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിനെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൂടിയായി ഈ യോഗത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഉത്സവത്തിൻ്റെ വിജയത്തിനു വേണ്ടി എടുത്തിട്ടുള്ളത്, മുൻകാലങ്ങളിൽ എന്തെല്ലാമാണ് ചെയ്തിരുന്നത്, ഈ വർഷം എന്തെല്ലാമാണ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടിങ്ങോട് കൂടി നമുക്ക് ആരംഭിക്കാം. കുട്ടംകുളം സമരത്തിന് സ്മാരകം അനിവാര്യമെന്ന് KPMS. കുട്ടംകുളം നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കുട്ടംകുളം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KPMS ഭാരവാഹികൾ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സമരത്തെ രാഷ്ട്രീയ സമരമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട സമര ചരിത്ര പോരാട്ടത്തെ തമസ്കരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലുകളാണ് സമൂഹത്തിൽ ഇപ്പോൾ നടന്നുവരുന്നത്. ചോര ചിന്തിയ സമരത്തിലൂടെയാണ് അയിത്തം കൽപ്പിക്കപ്പെട്ടവർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും പൊതുവഴിയിലൂടെ നടക്കാൻ അവകാശം ലഭിച്ചത്. കുട്ടംകുളം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഹിന്ദു സംഘടനകളും മറ്റും ഉയർത്തുന്ന ആരോപണങ്ങളും അവർ ഉയർത്തുന്ന ആശങ്കകളും ചരിത്രത്തെയും ശേഷിപ്പുകളെയും വളച്ചൊടിച്ച് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് ചരിത്രത്തെ അറിയാനും പഠിക്കാനും അവസരം ഉണ്ടാകണം. കുട്ടംകുളം സമര ചരിത്ര പോരാട്ടങ്ങളെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഒരു സ്മാരകം സമരഭൂമികയിൽ തന്നെ ഉയരണമെന്നും KPMS ആവശ്യപ്പെട്ടു. 7 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇരിങ്ങാലക്കുടയിൽ സ്മാരകം ഉയരാതിരുന്നത് മാറി മാറി ഭരണം കയ്യാളിയ ജനാധിപത്യ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളുടെ ഉദാസീനതയും ആ ചരിത്ര സമര പോരാട്ടത്തോട് കാണിച്ച അവഗണനയുമാണെന്ന് KPMS കുറ്റപ്പെടുത്തി. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം NU ഉമേഷ്, ഇരിങ്ങാലക്കുട ഏരിയ യൂണിയൻ പ്രസിഡന്റ് KV രഞ്ജിത്ത്, യൂണിയൻ സെക്രട്ടറി PC രഘു, PM ലളിത, AC മുരുകൻ, KC രാജീവ്, ഷാജു CP, സന്തോഷ് KV എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. ഒരു സമരം, അത് ഐതിഹാസികമായി സമരം നടത്തിയ ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് നമ്മുടെ കുട്ടംകുളം ഈ പ്രദേശവും. ആ പ്രദേശത്ത് ഇപ്പോൾ ഏകദേശം 80 വർഷത്തോളം ആവുകയാണ്. 80-ാം വാർഷികവും അതിൻ്റെ 80-ാം വാർഷികം വരികയാണ്. എന്നിട്ടും ഇത്തരം വലിയൊരു സമരം നടന്നിട്ട് പോലും ഒരുപക്ഷെ ഇരിങ്ങാലക്കുടയിലെ ഏറ്റവും വലിയ സമരം, ആ സമരത്തെ അന്നത്തെ പോലീസ് നേരിട്ട സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. അന്ന് P ഗംഗാധരൻ, PK ചാത്തൻ മാസ്റ്റർ, PC കുറുമ്പ തുടങ്ങിയ പ്രജാമണ്ഡലം, SNDP, KPMS ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ നേതൃത്വം നടത്തിയ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം, ആ സമരത്തെ അത് മൃഗീയമായ രീതിയിൽ തല്ലിച്ചതച്ച വലിയ സമരം. അങ്ങനെ ചരിത്രം പേറുന്ന ഈ മണ്ണിൽ ഒരു സ്മാരകം അനിവാര്യമാണ് എന്നാണ് KPMS പറയാനുള്ളത്. KPMS പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KPMSൻ്റെ രക്തവും മാംസവും ഒക്കെ ആ സമരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക, നമ്മുടെ രക്തത്തിൽ അലിഞ്ചേർന്ന ഒരു വലിയ സമരത്തിൻ്റെ സാക്ഷ്യമാണ് കൂടൽമാണിക്യം കുട്ടംകുളം സമരം. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ പറയുന്നത് ഈ കുളം നികത്തി അവിടെ സ്മാരകം പണിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കുളം നികത്തിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരിടമാണെങ്കിലും ഈ പ്രദേശത്തല്ലാതെ നമുക്ക് മറ്റൊരിടം സ്മാരകം പണിയാൻ മറ്റൊരിടം നമുക്ക് പറ്റില്ല. കാരണം എന്താ, ഈ സ്മാരകം ഇവിടെ വേണ്ടേ? ഇവിടെയാണ് സമരം നടന്നത്, ഈ മണ്ണിലാണ് സമരം നടന്നത്. ആ മണ്ണിൽ തന്നെ സ്മാരകം ഉണ്ടാവണം. വരുന്നൊരു തലമുറയ്ക്ക് എന്തായിരുന്നു കുട്ടംകുളം സമരം, എന്തിനു വേണ്ടിയാണ് കുട്ടംകുളം സമരം നടത്തിയത്, അതിൻ്റെ ചരിത്രവും അവർക്ക് പഠിക്കാൻ, അല്ലേ, അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമായി അത് ഉണ്ടാകണം. ജനാധിപത്യ കേരളം രൂപം കൊണ്ട് 80 വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ പോലും
അതിന് ഉചിതമായിട്ടുള്ള ഒരു സ്മാരകം പണിയാൻ ജനാധിപത്യ കേരളത്തിന് ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല എന്നുള്ളത് ആ സമരത്തെയും അതിൻ്റെ സമരചരിത്രത്തെയും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനങ്ങളാണ് ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ സമാപന ദിവസമായ ഞായറാഴ്ച നിർമാല്യ ദർശനത്തിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് ഹോമം, കലശം, അഭിഷേകങ്ങൾ, ബ്രഹ്മകലശാഭിഷേകം എന്നിവ നടന്നു. കലശ ചടങ്ങുകൾക്ക് ശേഷം പ്രസാദ ഊട്ട് നടന്നു. കലശത്തോടനുബന്ധിച്ചുള്ള ഉത്സവം മെയ് 1 സമാപിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.